ഹായ് ഹലോ. ഇന്ന് നമുക്കൊരു അടിപൊളി നാടൻ രുചിയിൽ ഒരു ചൂര മീൻ കറി ഉണ്ടാക്കാം. അപ്പോൾ ഒരു കഷ്ണം ചൂര ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അതിനെ നേരെ എടുത്ത് വെള്ളത്തിൽ ഇട്ട് അതിനെ ഒന്ന് ഐസൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഐസൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമുക്ക് അതിനെ മാറ്റി വയ്ക്കണം കേട്ടോ. അപ്പോൾ നല്ല നാടൻ രീതിയിലാണ് ഈ മീൻ കറി വെക്കുന്നത്. ഒരുപാട് സമയമൊന്നും വേണ്ട. ഇതിലേക്ക് 2-3 കുഞ്ഞ് ചെറിയ ഉള്ളിയും 2 പിടി തേങ്ങയും ഞാൻ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് ശകലം വെള്ളം കൂടെ ഒഴിച്ച് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടിയിൽ നമുക്ക് ഗ്യാസിൽ മൺചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി ഇത്രയും ചേർത്ത് ഒന്ന് ചൂടാക്കി ചെറിയ തീയിൽ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ശകലം വാളംപുളി ചേർത്ത് നന്നായിട്ട് പിഴിഞ്ഞ് അതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരുന്ന തേങ്ങയും ഉള്ളിയും കൂടെ അരച്ചത് അതിലേക്ക് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഒരു തക്കാളിയും 2 പച്ചമുളകും കൂടി ചേർത്ത് അത് ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ കഷ്ണം അതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. എല്ലാ മീൻ കഷ്ണവും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ച് നിങ്ങൾക്ക് കുറുകിയ ചാറാണ് വേണ്ടതെങ്കിൽ കുറച്ച് കുറുക്കിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഇതിൽ നമുക്ക് എടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് വേറെ താളിപ്പൊന്നും ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് നാടൻ രീതിയിൽ നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ കഴിക്കാൻ നമ്മൾ അരിപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അരിപ്പുട്ടും ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വയനാട്ടിൽ ഭയങ്കര തണുപ്പ് കൂടുതലാണ് ഇപ്രാവശ്യം. അപ്പോൾ രാത്രി കഴിക്കാൻ ഉണ്ടാക്കിയതാണ്. അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.